ശബരിമല സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്ന മണിക്കൂറാണ്. അതിന്റെ ഏറ്റവും പുതിയ വിഷ്വലുകൾ അടക്കം 24 വാർത്ത പുറത്തുവിടുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് അനന്ത സുബ്രഹ്മണ്യത്തെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയാണ്. 2019 ദ്വാരപാലക പാളികൾ സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയത് അനന്ത സുബ്രഹ്മണ്യനാണ്. അനന്ത സുബ്രഹ്മണ്യത്തിന്റെ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് ചെയ്യുന്നു. റിനു, നമ്മൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് ഉണ്ടായപ്പോൾ ആദ്യം കരുത് തൊട്ടടുത്ത നീക്കം ഈ പറയുന്ന ദേവസ്വം ഉദ്യോഗസ്ഥരിലേക്കായിരിക്കും, അവരുടെ ചോദ്യം ചെയ്യലായിരിക്കും, അവരുടെ കസ്റ്റഡി എടുക്കലായിരിക്കും അടക്കമുള്ള കാര്യങ്ങളാണ് നമ്മൾ അനുമാനിച്ചത്. പക്ഷേ അന്വേഷണ സംഘം മറ്റൊരു പാതയിലാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഈ ശബരിമല സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായികളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നു. ആ സഹായികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി എന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിൽ അത് ഏറ്റുവാങ്ങിയ ആളെ അടക്കം ഇപ്പോൾ അറസ്റ്റ് സാധ്യതയിലേക്ക് അടക്കം കാര്യങ്ങൾ കടക്കുന്നു. എന്താണ് അന്വേഷണ സംഘം ഇങ്ങനെ സഹായികളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നത്? നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെട്ട സ്വർണം തിരിച്ചു കണ്ടെത്തുക എന്ന കാര്യമാണ് ഏറ്റവും പ്രധാനമായി ഇപ്പോൾ അന്വേഷണ സംഘം നോക്കുന്നത്. തീർച്ചയായും സുഹേൽ, കാരണം ഇദ്ദേഹം, അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒറ്റയ്ക്കല്ല ഇത്തരത്തിലുള്ള സ്വർണ്ണപ്പാളികൾ കടത്തിയതും ഈ സ്വർണം തട്ടിയെടുത്തതും എന്നുള്ളത് SIT നേരത്തെ തന്നെ വിലയിരുത്തിയിരുന്നു. ദേവസ്വം വിജിലൻസും അക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വലിയ രീതിയിലുള്ള സഹായം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് സ്ഥിരീകരിക്കുന്നുണ്ട്. കാരണം 15ഓളം പേർ ഇതിൽ പങ്കുണ്ട്, സഹായത്തിനുണ്ട് എന്നുള്ളത് കൃത്യമായി തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴിയായി നൽകിയിട്ടുണ്ട്. അതിൽ രണ്ടാമനെന്ന് വിശേഷിപ്പിക്കാവുന്ന ആളാണ് ഈ അനന്ത സുബ്രഹ്മണ്യം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം അല്ലെങ്കിൽ ഈ സന്നിധാനത്ത് നിന്ന് ഈ ദേവസ്വം ഉദ്യോഗസ്ഥരെ കബളിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവർ ഒപ്പം കൂടി നിന്നുകൊണ്ട് ഈ സ്വർണ്ണപ്പാളികൾ അവിടെ നിന്ന് ഒപ്പിട്ട് വാങ്ങി കൈപ്പറ്റിയതിനു ശേഷം ചാക്കിൽ പൊതിഞ്ഞ് ട്രാക്ടറിൽ താഴേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒപ്പം ഈ ശബരിമലയിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സന്നിധാനത്ത് നിന്ന് ബാംഗ്ലൂരിലേക്കും ഒപ്പം ഹൈദരാബാദിലേക്കും ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോയതും ഈ അനന്ത സുബ്രഹ്മണ്യമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അദ്ദേഹം അപ്പോൾ പ്രധാന പങ്കാളിയാണ് ഇതിൽ എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല എന്നുള്ളതാണ് നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്നത്. കാരണം SIT അത്തരത്തിലുള്ള ഒരു നീക്കം തന്നെയാണ്. കാരണം ആദ്യഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയെങ്കിൽ രണ്ടാമനായി ഈ അനന്ത സുബ്രഹ്മണ്യത്തെ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് രണ്ടാമനായി ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. ഇപ്പോൾ നിലവിൽ എന്തായാലും ഈഞ്ചക്കലിലെ ഓഫീസിൽ ചോദ്യം ചെയ്യുകയാണ് അനന്ത സുബ്രഹ്മണ്യത്തെ. നിർണായകമായിട്ടുള്ള വിവരങ്ങൾ, അതായത് ഈ സ്വർണ്ണപ്പാളി ഹൈദരാബാദിലേക്കും ബാംഗ്ലൂരിലേക്കും എത്തിച്ച കാര്യം, അതിനുശേഷം അവിടെ നിന്ന് ഒരുക്കിയ കാര്യം, ഒരുക്കിയിട്ട് ഈ സ്വർണം എവിടെയൊക്കെ പോയി എന്നുള്ള ഏകദേശം 4.5 കിലോ സ്വർണം, ഈ റിപ്പോർട്ടിൽ പറയുന്നത് 2 കിലോ സ്വർണം എന്നുള്ളതാണ്. ഏകദേശം കോടതിയുടെ പരാമർശത്തിൽ അല്ലെങ്കിൽ വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് 4.5 കിലോ സ്വർണം. ഇത് എവിടെ പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ചോദ്യമായി ഉയരുന്നത്. ആ സ്വർണം എവിടെ പോയി എന്നുള്ളത് ഈ അനന്ത സുബ്രഹ്മണ്യത്തിന് അറിയാം എന്നുള്ളതാണ് SIT കരുതുന്നത്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം നിന്നുകൊണ്ട് ഈ സ്വർണ്ണക്കടത്ത് നടത്തിയതിൽ ഏറ്റവും പ്രധാനി എന്ന് നമുക്ക് അനന്ത സുബ്രഹ്മണ്യത്തെ വിശേഷിപ്പിക്കാം. എന്തായാലും നിർണായകമായിട്ടുള്ള ഒരു കസ്റ്റഡിയിലേക്ക് പോയിരിക്കുന്നു. അറസ്റ്റിലേക്ക് നീങ്ങുമോ എന്നുള്ളതാണ് നമുക്ക് ഇനി കണ്ടറിയേണ്ടുന്നത്. സുഹൈൽ, എന്തായാലും സ്പോൺസർഷിപ്പിന്റെ മറവിൽ ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ച പ്രതികൾ, അവരുടെ സഹായികൾ, അങ്ങനെ അന്വേഷണം വിപുലമാവുകയാണ്. മറ്റൊരു പാതയിലേക്ക് അന്വേഷണം നീങ്ങുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുക്കം ഈ കേസിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സഹായി, ഇയാൾ തന്നെയാണോ പ്രധാനി നടക്കുമൊക്കെ അറിയേണ്ടതുണ്ട്. അനന്ത സുബ്രഹ്മണ്യൻ എന്നയാൾ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ് ഇഞ്ചക്കലിലെ SIT. അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് റിനു ശ്രീധർ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.